ഹലോ, അക്കോപ്പറ്റൽസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തൊക്കെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ അയക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് റിപ്ലൈ തരാനും പെട്ടെന്ന് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗോൾഡൻ യെല്ലോ എന്ന് ഞാൻ പേരിട്ട് വിളിച്ചിട്ടുള്ള റോസാണ് കേട്ടോ. കുറച്ച് നാളുകളിലായിട്ട് നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോസാണ് ഈ ഗോൾഡൻ യെല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കളറൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള റോസാണ്. പിന്നെ ഇത് ഒരു ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു റോസാണ് കേട്ടോ. അതായത് ഒത്തിരി വളർന്നു പോകുന്ന റോസാണ്. അതുപോലെ തന്നെ സ്റ്റിക്കിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസാണ്. അത്യാവശ്യം വലിപ്പം വെക്കുന്ന നന്നായിട്ട് വളർന്നു പോകുന്നൊരു റോസാ ചെടിയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത്ര പൊക്കത്തിലൊന്നും ഇതിനെ വളർത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് നല്ല ബുഷിയായിട്ടൊക്കെ നിർത്താനും പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഗോൾഡൻ യെല്ലോ ഒത്തിരി പേര് പ്രീ ഓർഡർ ആയിട്ടും അല്ലാതെയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗാർഡനിൽ സൈസ് അനുസരിച്ചിട്ട് പല റേറ്റിൽ റോസ് പ്ലാന്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഗോൾഡൻ യെല്ലോൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. 180യുടെ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് മദർ പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള റോസുകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ പൂക്കളൊക്കെ കുറച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ഗോൾഡൻ യെല്ലോ വന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കോൾസ് വഴി നമ്മൾ ഓർഡർ എടുക്കില്ല. ഒത്തിരി കോളുകൾ ഇങ്ങനെ ഫോണിലോട്ട് വരുന്നുണ്ട്. നമുക്ക് പകൽ സമയത്ത് പാക്കിംഗ് ആണ്, നൈറ്റ് ടൈമിലാണ് ഓർഡർ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. നൈറ്റ് ടൈമിലാണ് ഓർഡർ എടുത്ത് തുടങ്ങുന്നത്. പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ടോപ്പിലാവുകയും ഓർഡർ നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഒത്തിരി പ്ലാൻസ് ഒന്നും ഇല്ല, സ്റ്റോക്ക് ഔട്ട് ആയി പോകും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് നമ്മൾ ഓർഡർ എടുത്ത് തുടങ്ങും. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ പ്ലാന്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ഗാർഡനിൽ എത്തിയപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആണ്. ഒത്തിരി ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക മഞ്ഞ നിറമാണ്. നമ്മൾ മഞ്ഞ എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്യുന്ന മറ്റ് റോസുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു പേര് നൽകാനായിട്ട് എനിക്ക് കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ യെല്ലോ അങ്ങനെ ചില സമയത്ത് എനിക്ക് ഒരു മാംഗോ യെല്ലോ എന്നൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ മാംഗോ യെല്ലോ എന്നുള്ള ഐഡിയയിൽ നമുക്ക് ഓൾറെഡി ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാംഗോ യെല്ലോ എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനിതിന് ഗോൾഡൻ യെല്ലോ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ മദർ പ്ലാന്റ്സ്, ഒട്ടുമിക്ക മദർ പ്ലാന്റ്സുകളും നമുക്ക് പ്രീ ഓർഡർ വഴിയാണ് ബുക്കിംഗ് ഉള്ളത്. പ്രീ ഓർഡർ വഴി തന്നെയാണ് ഇപ്പോൾ പ്ലാൻസ് എല്ലാവർക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്തിടാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ യെല്ലോയുടെ പ്ലാൻസ് ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രീ ഓർഡർ കൊടുക്കാനുള്ളതും കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്ലാൻസ് ആണ് നമ്മൾ സെയിൽ പോസ്റ്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം തൊട്ട് ഞാൻ കാണിക്കുന്നതാണ് നമുക്ക് പുതിയതായിട്ട് എത്തിയിട്ടുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇവരൊന്ന് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇത്ര ദിവസം. പിന്നെ നമുക്ക് ഇന്നലെ ഇട്ട വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. നല്ല സുന്ദരി ഇപ്പോഴും വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ചില ബഡ്സൊക്കെ ഇപ്പോഴും വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു റോസ്. പിന്നെ ഇതിൻ്റെ ഇലകളാണെങ്കിലും നമ്മുടെ ആ ഒരു പൂവിൻ്റെ കളറിന് മാച്ചായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓരോ റോസാ ചെടിക്കും അവരുടെ ആ ഒരു ഫ്ലവറിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഗ്രീൻ ഷെയ്ഡുകളാണ് വരുന്നത്. എല്ലാ ഇലകൾക്കും പച്ച നിറമാണ് റോസിൻ്റെ എങ്കിൽ പോലും നമുക്ക് കണ്ടറിയാം പല പല രീതിയിലാണ് ഈ റോസിൻ്റെ ഇലകൾ വരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആകൃതിയാണെങ്കിലും നിറമാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഗോൾഡൻ യെല്ലോ റോസിൻ്റെ നിറം കുറച്ച് കരിമ്പച്ച നിറത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലവർ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ നിറമായിട്ടാണ് കാണുന്നത്. നല്ല രസമുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഐഡിയ അറിയാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് നോക്കി കണ്ടുപിടിക്കാനോ സെർച്ച് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെയാണ് പറയുന്നത്. നല്ല ബലമുള്ള മുള്ളുകളൊക്കെ ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലൈംബ് ചെയ്ത് പോകുന്ന പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബ്രാഞ്ചിൽ ഒരു ഫ്ലവറായിട്ടാണ് ഇവർ ഉണ്ടാവുന്നത്. കട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി തളിരുകൾ വന്നിട്ട് ബുഷിയാക്കാൻ പറ്റും കേട്ടോ ഈ പ്ലാന്റ്. നമ്മൾ വളർത്തി വിടുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ബ്രാഞ്ചസ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ കുറച്ചധികം ബ്രാഞ്ചസ് ബുഷിയായിട്ട് നമുക്ക് മാറ്റാനും പറ്റും.
അപ്പം നല്ല രീതിയിൽ എന്താ നമ്മൾ ഇപ്പോൾ റോസുകൾ ക്ലൈംബിംഗ് ആയിട്ടൊക്കെ വളർത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പടർത്തി വിടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. ചില സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുണ്ട്, എന്നാൽ ചിലത് നമ്മൾ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഇവിടെ നിൽക്കില്ല. പിന്നെ ഫ്ലവറിന് വെയിറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറിഞ്ഞു പോകും. നമ്മളിങ്ങനെ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടിൽ തന്നെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു റോസാണ്, നാടൻ ബഡ്ഡിങ്ങിൽ വന്നിട്ടുള്ള നാടൻ റോസാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള സവിശേഷതകളൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. ഇതിൻ്റെ ഐഡിയ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാമായിരുന്നു, പക്ഷേ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ റോസിൻ്റെ ഐഡിയ അറിയാവുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.